നമസ്കാരം. ഗ്രാമ്യ വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. പ്രജകളുടെ ക്ഷേമം അന്വേഷിച്ചുള്ള ഗ്രാമപ്രദക്ഷിണം പൂർത്തിയാക്കി. ഇനി ആറാട്ടുപുഴയിലേക്കുള്ള തേവരുടെ രാജകീയ എഴുന്നള്ളിപ്പ്. കഴിമ്പ്രം ജനകീയ സൗഹൃദവേദി നേതൃത്വം നൽകുന്ന കഴിമ്പ്രം ബീച്ച് ഫെസ്റ്റിന് വെള്ളിയാഴ്ച കൊടിയേറും. പാചകവാതക വില വർധനവിനെതിരെ മണലൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രതിഷേധ പ്രകടനവും അടപ്പുകൂട്ടി സമരവും നടത്തി. വിശദമായ വാർത്തകളിലേക്ക്. ആറാട്ടുപുഴ പൂരപ്പുറപ്പാട് ചടങ്ങുകളുടെ ഭാഗമായുള്ള ഗ്രാമപ്രദക്ഷിണം പൂർത്തിയാക്കി. തൃപ്പയാർ തേവർ ക്ഷേത്രത്തിൽ തിരിച്ചെത്തി. ഗ്രാമപ്രദക്ഷിണത്തിലുടനീളം വഴിയിൽ ഭക്തജനങ്ങൾ കൊടിതോരണങ്ങളും നിറപറയും നിലവിളക്കും വെച്ച് സ്വീകരിച്ചു. ചൊവ്വാഴ്ച രാത്രി സ്വർണ്ണക്കോലത്തിൽ തന്ത്രി ഇല്ലത്തേക്ക് പുറപ്പെട്ട തേവർ ആമലത്തു പടിക്കൽ നിയമവെടിക്ക് ശേഷം ചെറുമുക്കുമന, പായ്ക്കാടുമന എന്നിവിടങ്ങളിലെ പറ സ്വീകരിച്ചു. തുടർന്ന് തന്ത്രി ഇല്ലമായ കിഴുപ്പുള്ളിക്കര പടിഞ്ഞാറെ മനയിലെത്തി. ഇറക്കിപ്പൂജയും മേളവും ചെമ്പിലാറാട്ടും ഇവിടെ നടന്നു. തന്ത്രി ഇല്ലത്തെ ചടങ്ങുകൾക്ക് ശേഷം ബുധനാഴ്ച രാവിലെ വൈറ്റിലാശ്ശേരിയിലെ നിയമവെടിയും കഴിഞ്ഞ് ആവണങ്ങാട്ടിലെ പറ സ്വീകരിച്ച് മുരിയാംകുളങ്ങര ധർമ്മശാസ്താ ക്ഷേത്രത്തിൽ പ്രതീകാത്മകമായി മീൻ പിടിച്ച് തൃപ്രയാർ ക്ഷേത്രത്തിൽ തിരിച്ചെത്തി. തുടർന്ന് ക്ഷേത്ര ചടങ്ങുകൾ പൂർത്തിയാക്കിയാണ് ദേവസംഗമത്തിന് നെടുനായകത്വം വഹിക്കാൻ ആറാട്ടുപുഴയിലേക്ക് പുറപ്പെടുന്നത്. വഴിയിലുടനീളം വലിയ സ്വീകരണമാണ് തേവർക്ക് ലഭിക്കുന്നത്. ചിറക്കൽ സെന്ററിൽ ഇറക്കിപ്പൂജയുണ്ടാകും. ഇവിടെ വച്ച് ആനയും അലങ്കാരവുമെല്ലാം മാറ്റി കൂടൽമാണിക്യം ക്ഷേത്രത്തിൽ നിന്നുള്ള താമരമാലയാണ് തേവർക്ക് ചാർത്തുക. കൊതുമ്പിലാണ് നിവേദ്യം അർപ്പിക്കുക. പുതിയ ആനയും അലങ്കാരവുമായി എഴുന്നള്ളുന്ന തേവർ പല്ലിശ്ശേരി സെന്ററിലെ 3 ആനകളോടുകൂടിയുള്ള പഞ്ചവാദ്യം കഴിഞ്ഞ് കൈതവളപ്പിൽ എത്തിച്ചേരും. ഇവിടെ 11 ആനകളോടെ പഞ്ചവാദ്യവും 27 ആനകളോടെ പാണ്ടിമേളവും നടക്കും. പുലർച്ചെ നടക്കുന്ന കൂട്ടിയെഴുന്നള്ളിപ്പിൽ ഊരകത്തമ്മയും ചാത്തക്കുടം ശാസ്താവും തേവരുടെ ഇടതുവശത്തും ചേർപ്പ് ഭഗവതി വലതുവശത്തുമായി അണിനിരക്കും. തുടർന്ന് ദേവിമാരും തൃപ്രയാർ തേവരും മന്ദാരക്കടവിൽ ആറാട്ടിനെഴുന്നള്ളും. അതിനുശേഷം ഉപചാരം ചൊല്ലി അടുത്ത വർഷത്തെ പൂരത്തീയതിയും വിളിച്ചറിയിച്ച് രാജകീയ ചിഹ്നങ്ങളായ പട്ടുകുടയും മകുടവും ഒഴിവാക്കി ഓലക്കുട ചൂടി ക്ഷേത്രത്തിലേക്ക് തിരിച്ചെഴുന്നള്ളും. ചിറക്കൽ വെണ്ടറശ്ശേരി ക്ഷേത്രത്തിലെത്തുമ്പോൾ തേവർക്കൊപ്പമുള്ളവർക്ക് കഞ്ഞിയും പുഴുക്കും വിതരണം ചെയ്യും. തിരികെ തൃപ്രയാർ ക്ഷേത്രത്തിലെത്തുന്ന തേവർക്ക് ഉത്രം വിളക്കെഴുന്നള്ളിപ്പ് നടക്കും. തൃപ്രയാർ തേവർ മുരിയാംകുളം ശാസ്താക്ഷേത്രത്തിൽ പ്രതീകാത്മക മീൻപിടുത്ത ചടങ്ങ് നടത്തി. താന്യം പ്രദേശത്ത് പറയെടുപ്പിന് എഴുന്നള്ളുന്നതിനിടയിൽ മുരിയാംകുളങ്ങര ശാസ്താക്ഷേത്രത്തിലെത്തുമ്പോൾ സമീപത്തെ കുളത്തിൽ നിന്നാണ് മത്സ്യബന്ധനാനുമതി നൽകുക. തേവരുടെ കോലമേന്തിയ ആന തുമ്പിക്കൈ വെള്ളത്തിലിട്ടും പൊക്കിയുമാണ് അനുമതി നൽകുക. ആറാട്ടുപുഴ പൂരത്തോടനുബന്ധിച്ച് മുരിയംകുളങ്ങര ക്ഷേത്രത്തിൽ ചടങ്ങുകൾക്കായി എത്തിയ തൃപ്രയാർ തേവരോടൊപ്പം വന്ന ഭക്തർക്ക് കഞ്ഞിയും പുഴുക്കും വിതരണം ചെയ്തു.
പ്ലാവില കൊണ്ട് കുമ്പിൾ കുത്തിയും പാള കൊണ്ട് നിർമ്മിച്ച പാത്രത്തിലുമാണ് കഞ്ഞി വിതരണം ചെയ്തത്. യുവാക്കളാണ് നേതൃത്വം നൽകിയത്. കഞ്ഞിയും മുതിരപ്പുഴുക്കും അച്ചാറും പപ്പടവും ഉൾപ്പെടെ രുചികരമായ ഭക്ഷണമാണ് വർഷം തോറും വിതരണം ചെയ്യുന്നത്. മുരിയംകുളങ്ങര ദേശത്തെ ഒരു കൂട്ടം യുവാക്കളുടെ നേതൃത്വത്തിലാണ് കഞ്ഞി വിതരണം ചെയ്യുന്നത്. പ്രവീൺകുമാർ, സുനിൽ, MV, സുമേഷ് മുല്ലക്കര, മണിക്കുട്ടൻ, സുജു, അനു, അഭിരാജ്, അക്ഷയ് രാജ്, അജീഷ് എന്നിവർ കഞ്ഞി വിതരണത്തിന് നേതൃത്വം നൽകി. മിഹ്റാജ് ജാനുൽ ബിദായ പഠനാരംഭത്തിന് പെരിങ്ങോട്ടുകര യാറത്തിങ്കൽ ദാറുസലാം ഹയർ സെക്കൻഡറി മദ്രസയിൽ തുടക്കം കുറിച്ചു. ദാറുസലാം മദ്രസ ഹാളിൽ നടന്ന പരിപാടി മദ്രസ മുതിർന്ന ഉസ്താദ് ബുഹാരി മുസ്ലിയാർ ആയാത്ത് അലി എന്ന കുരുന്നിന് അലിഫിന്റെ ആദ്യാക്ഷരം എഴുതിപ്പിച്ചുകൊണ്ട് തുടക്കം കുറിച്ചു. മഹല്ല് പ്രസിഡന്റ് OH ബഷീർ ഹാജി അധ്യക്ഷത വഹിച്ചു. സംഗമം മദ്രസ സ്വദർ മുഅല്ലിം ഉസ്താദ് മുഹമ്മദ് ഷാക്കിർ ഫൈസി ഉദ്ഘാടനം ചെയ്തു. യാറത്തിങ്കൽ മഹല്ല് സെക്രട്ടറി ഷരീഫ് കടുകപ്പീടിക സംസാരിച്ചു. മഹല്ല് കമ്മിറ്റി ഭാരവാഹികൾ, മറ്റ് ഉസ്താദുമാർ, നാട്ടുകാർ തുടങ്ങി നിരവധി പേർ പങ്കെടുത്തു. കഴിഞ്ഞ അധ്യയന വർഷത്തിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്കുള്ള അവാർഡ് വിതരണവും നടന്നു. താന്യം ഗ്രാമപഞ്ചായത്തിൽ 6ാം വാർഡ് ജാഗ്രതാ സമിതിയുടെയും ഇരിങ്ങാലക്കുട എക്സൈസ് റേഞ്ചിന്റെയും നേതൃത്വത്തിൽ ലഹരി വിരുദ്ധ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. SNDP മന്ദിരം കിഴക്കുമുറി ശാഖ കാനാടി മഠം തറവാട് പരിസരത്ത് നടന്ന പരിപാടി 6ാം വാർഡ് മെമ്പർ ഷീജ സദാനന്ദൻ ഉദ്ഘാടനം ചെയ്തു. ഇരിങ്ങാലക്കുട എക്സൈസ് റേഞ്ച് ഇൻസ്പെക്ടർ PM ജദീർ ബോധവൽക്കരണ ക്ലാസ് എടുത്തു. ഇനി നമുക്ക് നോക്കാം, ലഹരി അഥവാ ദുശീലങ്ങൾ എന്ന് പറഞ്ഞാൽ എന്തൊക്കെയുണ്ടെന്ന് നമുക്ക് നോക്കാം. സിഗരറ്റ്, ബീഡി, മുറുക്കല്, ഈ പുകയിലൊക്കെ ഇട്ടിട്ട്, ഹാൻഡ്സ് ഇവിടെ നിരോധിച്ചിട്ടുള്ളതാണ്. മദ്യം, ബിയർ, വൈൻ ഉൾപ്പെടെ, മയക്കുമരുന്നുകൾ, ഞാനത് പേരൊന്നും പറയുന്നില്ല, മെമ്പറോടെ സൂചിപ്പിച്ചു കുറച്ച് പേരൊക്കെ, ഞാൻ പറയുന്നില്ല, ഞാൻ അതെല്ലാം കൂടി കൂട്ടിച്ചേർത്ത് പറയുന്നു. മയക്കുമരുന്നുകൾ, മൊബൈൽ അഡിക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഷോർട്സ് കാണുന്നത് ഉൾപ്പെടെ, യൂട്യൂബ് കാണുന്നത് ഉൾപ്പെടെ, ഇൻസ്റ്റാഗ്രാം ഉൾപ്പെടെ. കമ്മ്യൂണിറ്റി വുമൺ ഫെസിലിറ്റേറ്റർ ആതിര CR അധ്യക്ഷത വഹിച്ചു. പെരിങ്ങോട്ടുകര സ്കൂൾ കൗൺസിലർ രാജി KR, തൃപ്രയാർ സാമൂഹികാരോഗ്യ കേന്ദ്രം ജൂനിയർ പബ്ലിക് ഹെൽത്ത് നഴ്സ് റിനി ഡേവിസ് എന്നിവർ സംസാരിച്ചു. കഴിമ്പ്രം പാലപ്പെട്ടി ബീച്ച് വേളേക്കാട്ട് ശ്രീകുരുമ്പ ഭഗവതി വിഷ്ണുമായ ക്ഷേത്രത്തിൽ കളമെഴുത്തുപാട്ട് മഹോത്സവം ആഘോഷിച്ചു. 1ാം ദിവസം രാവിലെ ഗണപതി ഹോമം, കലശാഭിഷേകം, തെയ്യൻ മുത്തപ്പന് കളം, വൈകിട്ട് കുഞ്ഞിവേലു മുത്തപ്പന് കളം, ദീപാരാധന, രാത്രി വിഷ്ണുമായ സ്വാമിക്ക് രൂപക്കളം, 2ാം ദിവസം രാവിലെ കരിങ്കുട്ടി സ്വാമിക്ക് രൂപക്കളം, ഉച്ചപൂജ, വൈകിട്ട് എഴുന്നള്ളിപ്പ്, മേളം, ദീപാരാധന, രാത്രി ശ്രീകുരുമ്പ ഭഗവതിക്ക് പറയെടുപ്പ്, തായമ്പക, കലശം, ശ്രീകുരുമ്പ ഭഗവതിക്ക് രൂപക്കളം എന്നിവ നടന്നു. ക്ഷേത്രം തന്ത്രി പുത്തൂർ സുധീഷ്, ക്ഷേത്ര മേൽശാന്തി പുത്തൂർ മോഹൻദാസ് എന്നിവർ മുഖ്യ കാർമ്മികരായി. ക്ഷേത്രം പ്രസിഡന്റ് രാജൻ വേളേക്കാട്ട്, സെക്രട്ടറി സുരേഷ് മാധവൻ, ട്രഷറർ മനോജ് വേളേക്കാട്ട്, ചെയർമാൻ ദിലീപ് കുമാർ, കൺവീനർ VP അജീഷ്, ജിജ മനോജ്, ശ്യാം സഹദേവൻ, പ്രജീഷ് പ്രസാദ് എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. നിരവധി ഭക്തർ ചടങ്ങുകളിൽ പങ്കെടുത്തു.
പാചകവാതക വില വർധനവിനെതിരെ മണലൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രതിഷേധ പ്രകടനവും അടപ്പുകൂട്ടി സമരവും നടത്തി. കാഞ്ഞാണി സെന്ററിൽ നടന്ന പ്രതിഷേധ സമരം KPCC സെക്രട്ടറി CC ശ്രീകുമാർ ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് KS ദീപൻ അധ്യക്ഷത വഹിച്ചു. KPCC മെമ്പർ CI സെബാസ്റ്റ്യൻ, DCC സെക്രട്ടറിമാരായ KK ബാബു, അഡ്വക്കേറ്റ് V സുരേഷ് കുമാർ, CM നൌഷാദ്, VG അശോകൻ, KB ജയറാം, മണ്ഡലം പ്രസിഡന്റുമാരായ MV അരുൺ, അഡ്വക്കേറ്റ് MA മുസ്തഫ, PP സ്റ്റീഫൻ, ജെൻസൺ ജെയിംസ്, യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് മഹേഷ് കാർത്തികേയൻ, ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് KK പ്രകാശൻ, MB സയ്യിദ് മുഹമ്മദ്, NR അജിത് പ്രസാദ്, PD ബെന്നി, IP പ്രഭാകരൻ, PT ജോൺസൺ, മണികണ്ഠൻ മഞ്ചറമ്പത്ത്, NP അലിമോൻ, വാസു വളാഞ്ചേരി, ഗ്രേസി ജേക്കബ്, OT ഷംസുദ്ദീൻ, PM അഹമ്മദ് ഉണ്ണി, അബു കാട്ടിൽ, KB സിജിത്ത് എന്നിവർ സംസാരിച്ചു. NK വിമല, സുഗന്ധിനി ഗിരീഷ്, ടോണി അത്താണിക്കൽ, രഘു കാഞ്ഞാണി, ബീന തോമസ്, ജിജോ നീലങ്കാവിൽ, ജോജു നെല്ലിശ്ശേരി, ML സെബാസ്റ്റ്യൻ, അലക്സ് പ്ലാക്കൻ, ബിബീഷ് പോൾ, ഫൽഗുണൻ KR, PM അബ്ദുൽ സലാം, EA ഹക്കീം, NA ഹസൻ, PS ആനന്ദൻ എന്നിവർ നേതൃത്വം നൽകി. ഇടവേള. അല്ല, ഇക്കൊല്ലം 10ാം ക്ലാസ്സിലല്ലേ? ബോർഡ് എക്സാം ഡേറ്റ് ഇങ്ങെടുത്തൂലോ. ടെൻഷനുണ്ടോ? ടെൻഷനൊന്നും വേണ്ട. ഉന്നത വിജയത്തിന് വ്യക്തമായ പ്ലാനിങ്ങോട് കൂടിയുള്ള പഠനമാണ് വേണ്ടത്. അതിന് നിങ്ങളെ സഹായിക്കാനാണ് വലപ്പാട് ITDCയുടെ CBSE വിദ്യാർത്ഥികൾക്കായിട്ടുള്ള 45 ദിവസത്തെ സമ്മർ വെക്കേഷൻ ക്രാഷ് കോഴ്സ്. മാത്സ്, ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി എന്നീ വിഷയങ്ങൾ മുഴുവനായും ഈ 45 ദിവസം കൊണ്ട് പഠിക്കാം. മറ്റു വിഷയങ്ങൾ ഫസ്റ്റ് ടൈമിലേക്കുള്ളത്. കൂട്ടുകാരൊക്കെ പഠിച്ചു തുടങ്ങുമ്പോഴേക്കും നമുക്കെല്ലാം പഠിച്ചു തീർക്കാന്നേ. പിന്നെ എന്തിനു ടെൻഷൻ? പിന്നെ വെക്കേഷനൊക്കെ അല്ലേ? ഇവിടെ പഠനം മാത്രമല്ല, ദിവസവും ഒരല്പനേരം എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസും കോഴ്സിന് അവസാനം കൂട്ടുകാരുമൊത്ത് ഒരു അടിപൊളി ട്രിപ്പുമുണ്ട്. അപ്പോ വേഗം പോരെ, ഒരുമിച്ച് പഠിക്കാം, ഒരുമിച്ച് പൊളിക്കാം. ഉന്നത വിജയം ഡബിൾ ഗ്യാരണ്ടി. 1ാം ക്ലാസ് മുതൽ +2 വരെയുള്ള വിദ്യാർത്ഥികൾക്കായുള്ള വെക്കേഷൻ ക്ലാസുകളുടെ അഡ്മിഷനും ആരംഭിച്ചു കഴിഞ്ഞു. അക്കിലോല പൂവൻ കുത്തി കണ്ണീലോല ക്ലിം അത്തിപ്പഴം കൊത്തി തിന്നു തത്തമ്മ. ഓ അപ്പൊ സി എന്താണത്? ഇതൊരു എൻട്രൻസ് മോഡൽ എക്സാം അല്ലേ? ഇതൊന്നും അൾട്ടിമേറ്റ്ലി വർക്കാവില്ലട്ടാ. ഞാനൊരു ടെക്ക് പറയാം, ഇത് നോക്ക് നീ. Tom and Jerry, you don't worry, I will put you in the curry. ശല്യം ചെയ്യാണ്ടിരിക്കോ? രണ്ടും കൂടെ എന്റെ കോൺസെൻട്രേഷൻ കളയോ? നോക്കട്ടെ നിന്റെ കോൺസെൻട്രേഷൻ. ഇതെന്തിട്ട് നോക്കിയപ്പോ ഉള്ള പാമ്പാ. എടാ, ഈ കറക്കിക്കുത്തിന്റെ കാലമൊക്കെ കഴിഞ്ഞു. ട്യൂഷൻ പോണതിനൊപ്പം അക്കാഡമി സൺഡേ എൻട്രൻസ് ബാച്ചിൽ ജോയിൻ ചെയ്യാം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് തിയറിയും എൻട്രൻസും ഒന്നിച്ച് സെറ്റാക്കാം. പിന്നെ ലാസ്റ്റ് ഒരു ക്രാഷ് കോഴ്സും കൂടെ ചെയ്താൽ സംഭവം സെറ്റ്. അർച്ചന സിൽക്സ് തൃപ്രയാർ. അർച്ചന സിൽക്സ് ആൻഡ് സാരീസ്, വാടാനപ്പള്ളി. EMI, വാട്ടർ ബില്ല്, ഇലക്ട്രിസിറ്റി ബില്ല്, ചെലവ് ചുരുക്കണം. ഇങ്ങനെ പോയാൽ ട്രൗസർ അടക്കം ഊരി പണയം വെക്കേണ്ട അവസ്ഥ കാണുന്നു. അതിന് നിങ്ങളുടെ ട്രൗസറൊക്കെ ആര് പണയത്തിനെടുക്കാനാ? അതെ, പണയം വെക്കേണ്ടത് ട്രൗസറല്ല, നമ്മുടെ അലമാരിയിൽ വെറുതെ ഇരിക്കുന്ന ഗോൾഡാ. ആ കുറച്ച് സ്വർണം പണയം വെച്ചിട്ട് എന്ത് കിട്ടാനാ? അതിന് പണയം വെക്കേണ്ടതേ വേണാട് ഫിനാൻസിലാ. മറ്റെവിടത്തേക്കാൾ കൂടുതൽ തുക അവര് ഗ്രാമിന് നൽകുന്നുണ്ട്. വിശ്വാസത്തോടെ പണയം വെക്കുകയും ചെയ്യാം, ആവശ്യം കഴിഞ്ഞ് തിരിച്ചെടുക്കുകയും ചെയ്യാം. വെറുതെ നിങ്ങളുടെ തലക്ക് ടെൻഷൻ കൊടുക്കും വേണ്ട. വിശ്വസ്തയോടെ കൂടെ കൂട്ടാവുന്ന ഉത്തമ സഹായി വേണാട് ഫിനാൻസ് ഗ്രൂപ്പ്. ഫോൺ 9061 548 777. വീണ്ടും വാർത്തകളിലേക്ക്. CPI മണലൂർ ലോക്കൽ സമ്മേളനത്തിന്റെ ഭാഗമായി മണലൂർ ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രകടനവും പൊതുയോഗവും സംഘടിപ്പിച്ചു. കാഞ്ഞാണി സെന്ററിൽ നടന്ന പൊതുയോഗം CPI സംസ്ഥാന കൗൺസിൽ അംഗം KG ശിവാനന്ദൻ ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം കമ്മിറ്റി അംഗം സീത ഗണേഷ് അധ്യക്ഷയായി. ലോക്കൽ സെക്രട്ടറി VG രാധാകൃഷ്ണൻ, PK ചന്ദ്രൻ, സംസ്ഥാന കൗൺസിൽ അംഗം രാകേഷ് കണിയാമ്പറമ്പിൽ, മണ്ഡലം സെക്രട്ടറി VR മനോജ്, ജില്ലാ കൗൺസിൽ അംഗം KV വിനോദൻ, മണ്ഡലം സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ MR മോഹനൻ, സാജൻ മുടവങ്ങാട്ടിൽ, ഷാജി കാക്കശ്ശേരി എന്നിവർ സംസാരിച്ചു.
ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ സംഘടനാ സെക്രട്ടറിമാരായി ചുമതലയേറ്റ അഡ്വക്കേറ്റ് വി സുരേഷ് കുമാറിനും കെ ബാബുവിനും മണലൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി സ്വീകരണം നൽകി. അവധിക്കാലം അർത്ഥപൂർണമാക്കാൻ കുട്ടികൾക്കായി മാങ്ങാട്ടുകരയിൽ പൊതുകളിയിടം ഒരുങ്ങുന്നു. മാങ്ങാട്ടുകര വഴിയമ്പലത്തിന് സമീപം 1.5 ഏക്കർ പാടത്താണ് പൊതുകളിയിടം ഒരുക്കിയിട്ടുള്ളത്. മാങ്ങാട്ടുകരയിലെ നാട്ടുകൂട്ടായ്മയാണ് പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നത്. വൊള്ളൂർ വൈക്കത്തമ്മയുടെ ഷാജി നീലകണ്ഠന്റെ 1.5 ഏക്കറോളം വരുന്ന കൃഷിപ്പാടമാണ് കളിയിടത്തിനായി വിട്ടുകൊടുത്തത്. കൃഷിക്കാലത്ത് നെല്ല് വിളയിച്ചും നെല്ലൊഴിഞ്ഞ പാടം കളിയിടമായും ഉപയോഗിക്കും. മുൻ ദേശീയ ഫുട്ബോൾ താരം CV പാപ്പച്ചൻ കളിയിടം ഉദ്ഘാടനം ചെയ്തു. ഒരു കളി സ്ഥലം കുട്ടികൾക്ക് വേണ്ടിയിട്ട് തുറന്നു കൊടുക്കാനുള്ള ഒരു പദ്ധതിയാണ് കളിയിടം എന്നുള്ള ഒരു പരിപാടി. കുട്ടികൾക്കത് ഈ വെക്കേഷൻ സമയം തീർച്ചയായിട്ടും ഉപയോഗപ്പെടും. നമ്മളത് ഉപയോഗിക്കണം. കുട്ടികളെല്ലാവരും വൈകിട്ട് സമയം നമ്മൾ ഒരിക്കലും വെറുതെ ഇരുന്ന് വീട്ടിലിരുന്ന് മൊബൈൽ നോക്കിയോ അല്ല സിനിമ കൊണ്ട് കളയരുത്. നമുക്ക് തന്നെ സമയം വേറെ ഉണ്ട്, പക്ഷെ കളിക്കാൻ നമുക്ക് ഈ സമയം മാത്രമേ ഉള്ളൂ. അത് കഴിഞ്ഞാൽ നമുക്ക് കളിക്കാൻ പറ്റില്ല. ഇപ്പം എനിക്കിപ്പോൾ 60 വയസ്സായതുകൊണ്ട് എനിക്ക് ഇനി കളിക്കാൻ പറ്റുന്നില്ല. പക്ഷെ എൻ്റെ നല്ല സമയത്ത് ഞാനൊരു 38 വയസ്സ് വരെ ഞാൻ പ്രൊഫഷണലായിട്ട് കളിക്കാൻ പറ്റി. സെവൻസായിട്ട് ഞാൻ പിന്നെ ഒരു 40-42 വയസ്സ് വരെ സെവൻസ് കളിച്ചു. മണലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് സൈമൺ തെക്കത്ത് അധ്യക്ഷനായി. വാർഡംഗം ജിൻസി തോമസ്, കളിയിടം കോർഡിനേറ്റർ നെൽസൺ വി മാത്യു, അഡ്വക്കേറ്റ് AD ബെന്നി, കാരമുക്ക് സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് PR മുരളീധരൻ, TV ബാലകൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. CPI മണലൂർ ലോക്കൽ സമ്മേളനത്തിന്റെ ഭാഗമായി കാഞ്ഞാണിയിൽ പ്രതിനിധി സമ്മേളനം സംഘടിപ്പിച്ചു. CPI സംസ്ഥാന കൺട്രോൾ കമ്മീഷൻ സെക്രട്ടറി VS പ്രിൻസ് ഉദ്ഘാടനം ചെയ്തു. ലോക്കൽ സെക്രട്ടറി VG രാധാകൃഷ്ണൻ, രാജേഷ് തെക്കേപ്പുരയ്ക്കൽ, സ്മിജി ബിനോജ്, CPI സംസ്ഥാന കൗൺസിൽ അംഗം രാകേഷ് കണിയാമ്പറമ്പിൽ, മണ്ഡലം സെക്രട്ടറി VR മനോജ്, ജില്ലാ കൗൺസിൽ അംഗം KV വിനോദൻ, മണ്ഡലം സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ MR മോഹനൻ, സാജൻ മുടവങ്ങാട്ടിൽ, ഷാജി കാക്കശ്ശേരി എന്നിവർ സംസാരിച്ചു. ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയായി സാജൻ മുടവങ്ങാട്ടിലിനെയും അസിസ്റ്റന്റ് സെക്രട്ടറിയായി PK ചന്ദ്രനെയും 13 അംഗ ലോക്കൽ കമ്മിറ്റിയെയും തിരഞ്ഞെടുത്തു. കഴിമ്പ്രം ജനകീയ സൗഹൃദവേദി നേതൃത്വം നൽകുന്ന കഴിമ്പ്രം ബീച്ച് ഫെസ്റ്റിന് ഏപ്രിൽ 11 കൊടിയേറുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഏപ്രിൽ 11 മുതൽ 18 വരെയാണ് കഴിമ്പ്രം ബീച്ച് ഫെസ്റ്റ് നടക്കുന്നത്. ഏപ്രിൽ 11 ആവണങ്ങാട്ട് കളരി AU രഘുരാമൻ പണിക്കർ പതാക ഉയർത്തും. രാത്രി 7 മണിക്ക് കലാസന്ധ്യയും അരങ്ങേറും. ഏപ്രിൽ 12 റവന്യൂ മന്ത്രി K രാജൻ ഫെസ്റ്റ് ഉദ്ഘാടനം ചെയ്യും. രാത്രി 7 മണിക്ക് റാപ്പർ വേടന്റെ പരിപാടിയുണ്ടാകും. 13 കളരിപ്പയറ്റും 14 ആദരണീയം പരിപാടിയും DJ നൈറ്റും നടക്കും. 15 രാത്രി 6 ഒപ്പന, സൂഫി ഡാൻസ്, ദഫ്മുട്ട്, അറേബ്യൻ ഡാൻസും 7 ഇശൽ നിലാവും ഉണ്ടാകും. ഏപ്രിൽ 16 P ജയചന്ദ്രൻ മ്യൂസിക് ഫൗണ്ടേഷൻ ഏർപ്പെടുത്തിയ മികച്ച ഗായകനുള്ള അവാർഡ് മധു ബാലകൃഷ്ണന് സമ്മാനിക്കും. മധു ബാലകൃഷ്ണന്റെ നേതൃത്വത്തിൽ മ്യൂസിക്കൽ നൈറ്റും അരങ്ങേറും. ഏപ്രിൽ 17 പ്രമുഖ സിനിമാ താരങ്ങൾ പങ്കെടുക്കുന്ന രാമു കാര്യാട്ട് സിനിമ അവാർഡ് നൈറ്റ് അരങ്ങേറും. VP സിദ്ധന്റെ സ്മരണാർത്ഥം ജനകീയ സൗഹൃദവേദി ഏർപ്പെടുത്തിയ മികച്ച നാടകത്തിനുള്ള അവാർഡ് നേടിയ തിരുവനന്തപുരം സാഹിതി തിയേറ്റേഴ്സിന്റെ മുച്ചീട്ട് കളിക്കാരന്റെ മകൾ എന്ന നാടകത്തിന് അവാർഡ് തുക കൈമാറും. ഏപ്രിൽ 18 വൈകിട്ട് 5 മണിക്ക് ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് റെസ്ക്യൂ ഓപ്പറേഷൻ പ്രദർശനവും രാത്രി 7 ചെമ്മീൻ ബാൻഡ് ആൻഡ് സീനിയേഴ്സ് മേളം ഫ്യൂഷനും അവതരിപ്പിക്കുന്ന പരിപാടിയുമുണ്ടാകും. തുടർന്ന് രാത്രി 10 മണിക്ക് വർണ്ണമഴയോടുകൂടി പരിപാടി സമാപിക്കും. വാർത്താസമ്മേളനത്തിൽ സംഘാടക സമിതി ചെയർമാൻ ശോഭ സുബിൻ, ജനറൽ കൺവീനർ ഷൈൻ നെടിയിരിപ്പിൽ, ട്രഷറർ മധു കുന്നത്ത്, കോർഡിനേറ്റർ ഉണ്ണികൃഷ്ണൻ തൈപ്പറമ്പത്ത്, വർക്കിംഗ് ചെയർമാൻ സൗമ്യൻ നെടിയിരിപ്പിൽ, കൺവീനർ സുമേഷ് പാനാട്ടിൽ എന്നിവർ പങ്കെടുത്തു. 11 മുതൽ 18 വരെയാണ് നമ്മുടെ ബീച്ച് ഫെസ്റ്റിവൽ നടക്കുന്നത്. വളരെ ഗംഭീരമായി മനോഹരമായിട്ടാണ് ഇത്തവണ സംഘടിപ്പിക്കാൻ തീരുമാനിച്ചിട്ടുള്ളത്. 11-ാം തീയതി വൈകിട്ട് കൊടിയുയർത്തും. അഡ്വക്കേറ്റ് AU രഘുരാമൻ പണിക്കരാണ് കൊടിയുയർത്തുന്നത്. 12-ാം തീയതി ബീച്ച് ഫെസ്റ്റിവലിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം റവന്യൂ വകുപ്പ് മന്ത്രി K രാജൻ നിർവഹിക്കും. 13-ാം തീയതി കളരിപ്പയറ്റ്, 14-ാം തീയതി DJ നൈറ്റ്, 15-ാം തീയതി ഈശ്വര നിലാവ് എന്ന് പറഞ്ഞ പ്രോഗ്രാം, 16-ാം തീയതി P ജയചന്ദ്രൻ്റെ ഓർമ്മയ്ക്കായിട്ട് മധു ബാലകൃഷ്ണൻ അവാർഡ് നൽകുന്ന ഒരു ഫംഗ്ഷൻ കൂടി വെച്ചിട്ടുണ്ട്. രാമുകാരിയായിട്ട് ഫിലിം അവാർഡ് നൈറ്റ് ഏപ്രിൽ മാസം 17-ാം തീയതി ഒട്ടനവധി താരങ്ങൾ കഴിമ്പ്രം ബീച്ചിലേക്ക് എത്തിച്ചേരുന്ന ഫെസ്റ്റാണ്. ഇടവേള.
തൃപ്രയാർ AJ Gold and Diamond ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽസിൽ ലൈറ്റ് വെയ്റ്റ് ഗോൾഡ്, ഡയമണ്ട്, സിൽവർ ആഭരണങ്ങൾ ഇപ്പോൾ ഹോൾസെയിൽ വിലയിൽ സ്വന്തമാക്കാം. ഈ ആഘോഷവേളയിൽ 1 പവൻ സ്വർണം വാങ്ങുമ്പോൾ പട്ടുസാരി സമ്മാനമായി നേടാം. കൂടാതെ എല്ലാ പർച്ചേസിനും ഉറപ്പായി സമ്മാനങ്ങൾ. ഡയമണ്ടിനും 18 കാരറ്റിന്റെ ട്രെൻഡി കളക്ഷൻസിനും പണിക്കൂലിയിൽ 50% വരെ ഡിസ്കൗണ്ട്. 5 പവൻ മുതൽ തുടങ്ങുന്ന കല്യാണ സെറ്റുകൾ. പഴയ സ്വർണത്തിനും പണയത്തിലിരിക്കുന്ന സ്വർണത്തിനും ഉയർന്ന വിലയും ഉടൻ പണവും. AJ Gold and Diamond ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ, തൃപ്രയാർ ജംഗ്ഷൻ. ഈ ഫെസ്റ്റിവൽ സീസണിൽ 2 കാര്യം. ഒന്ന്, എമ്പുരാൻ കാണണം. കൂടാതെ വാടാനപ്പള്ളി സുധാ സിൽക്സിൽ നിന്നും വിലക്കുറവിൽ വാങ്ങണം. അറിഞ്ഞില്ലേ? വാടാനപ്പള്ളി സുധാസിൽ റംസാൻ, വിഷു, ഈസ്റ്റർ പ്രമാണിച്ച് അടിപൊളി ഫെസ്റ്റിവൽ മെഗാ സെയിൽ. മാനുഫാക്ചേഴ്സിൽ നിന്നും നേരിട്ട് ജനങ്ങളിലേക്ക് എത്തിക്കുന്നത് കൊണ്ട് യഥാർത്ഥ വിലക്കുറവ് അനുഭവിച്ചറിയാം. വിചിത്ര സിൽക്ക് സ്റ്റോൺ വർക്ക് സാരി 199 രൂപ മുതൽ. സെറ്റ് സാരി സെറ്റുമുണ്ട് 299 രൂപ മുതൽ. ലേഡീസ് കുർത്തികൾ 199 രൂപ മുതൽ 2000 രൂപ വരെ. കോട്ടൺ ചുരിദാറുകൾ 599 രൂപ മുതൽ. പാർട്ടി വെയർ ചുരിദാറുകൾ 899 രൂപ മുതൽ 3000 രൂപ വരെ. 399 രൂപ മുതൽ 3000 രൂപ വരെയുള്ള ചുരിദാർ മെറ്റീരിയലുകൾ. കോട്ടൺ നൈറ്റുകൾ 149 രൂപ മുതൽ. ഗേൾസ് ഫ്രോക്കുകൾ 299 രൂപ മുതൽ. ടീനേജേഴ്സിനായി 20 ക്രോപ്പ് ടോപ്പുകളും ബാഗി പാന്റുകളും. മെൻസ് 20 ടീഷർട്ടുകളുടെയും ബ്രാൻഡഡ് ഷർട്ടുകളുടെയും ജീൻസുകളുടെയും അതിവിപുലമായ സെക്ഷൻ. അനുഭവിച്ചറിയൂ യഥാർത്ഥ വിലക്കുറവും ഗുണമേന്മയും. എല്ലാ ഞായറാഴ്ചയും തുറന്നു പ്രവർത്തിക്കുന്നു. സുധാ സിൽക്സ്, വാടാനപ്പള്ളി. അറിഞ്ഞില്ലേ? ലാൽ ജ്വല്ലറി കാഞ്ഞാണിയിൽ BIS HUID ഹോൾമാർക്ക് സ്വർണ്ണാഭരണങ്ങൾക്ക് നിർമ്മാണ വില മാത്രം. ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ മനോഹര ശേഖരം. ആന്റിക്, നഗാസ്, സിംഗപ്പൂർ, രാജ്കോട്ട് ആഭരണങ്ങളുടെ വെറൈറ്റി മോഡലുകൾ. പഴയ സ്വർണത്തിന് ഏറ്റവും കൂടിയ വില. പണയത്തിലിരിക്കുന്ന സ്വർണ്ണാഭരണങ്ങൾ എടുത്തു വിൽക്കുവാൻ സഹായിക്കുന്നു. വേദനയില്ലാതെ കാതുകുത്തുന്നു. 26ാം വർഷത്തിലേക്ക് വിജയകരമായി എത്തിച്ച എല്ലാവർക്കും നന്ദി. ലാൽ ജ്വല്ലറി, ഗോൾഡ്, സിൽവർ ആൻഡ് ഡയമണ്ട്. ഫോൺ 26333614. Manappuram Geeta Ravi Public School, the joy of learning. ആദ്യമൊക്കെ ആളുകൾ എന്നെ കാണുമ്പോൾ ചോദിക്കുമായിരുന്നു, എന്താ നിന്റെ മുഖത്തൊരു ആത്മവിശ്വാസ കുറവെന്ന്. ഇപ്പൊ ചോദ്യം മാറി, എന്താ നിന്റെ മുഖത്തൊരു ഓവർ കോൺഫിഡൻസ് എന്നായി. സത്യത്തിൽ ഇത് ഓവർ കോൺഫിഡൻസ് അല്ല, കോൺഫിഡൻസ് ആണ്. ഡോക്ടർ ഷെൽവി കെ ശ്രീജിത്തിന്റെ നേതൃത്വത്തിൽ സ്പർശ ആയുർവേദിക് ബ്യൂട്ടി പാർലർ ആൻഡ് കോസ്മെറ്റോളജി ക്ലിനിക് നൽകുന്ന കോൺഫിഡൻസ്. മുഖക്കുരു, കറുത്ത പാടുകൾ, കരിമംഗല്യം, താരൻ, മുടികൊഴിച്ചിൽ, അരിമ്പാറ എന്നിവയ്ക്ക് പൂർണ്ണമായും ആയുർവേദ ഔഷധങ്ങൾ ഉപയോഗിച്ചുള്ള ആയുർവേദ കോസ്മെറ്റോളജി ചികിത്സ. സ്പാ, പെഡിക്യൂർ, മാനിക്യൂർ, ആയുർവേദ ഫേഷ്യൽ, ഹെയർ കട്ട്, കളറിംഗ് തുടങ്ങി എല്ലാവിധ സർവീസുകളും ലഭ്യമാണ്. ഉഴിച്ചിൽ, പിഴിച്ചിൽ, ധാര, കിഴി തുടങ്ങി കേരളീയ ചികിത്സയ്ക്ക് പുറമെ പഞ്ചകർമ്മ ചികിത്സകളും ലഭ്യമാണ്. സ്പർശ ആയുർവേദ ക്ലിനിക് ആൻഡ് ആയുർവേദിക് ബ്യൂട്ടി പാർലർ നിയർ സൗത്ത് പെട്രോൾ പമ്പ്, തൃപ്രയാർ. ഈ അക്ഷയ തൃതീയ നാളിൽ ഐശ്വര്യത്തെ വരവേൽക്കാം ഇഷാര ഗോൾഡൻ ഡയമണ്ട്സിനൊപ്പം. ഏപ്രിൽ 28, 29, 30 തീയതികളിലായി പർച്ചേസ് ചെയ്യുന്ന എല്ലാ ഉപഭോക്താക്കൾക്കും ആകർഷകമായ സമ്മാനങ്ങൾ സ്വന്തമാക്കാൻ ഇതാ ഒരു സുവർണാവസരം. സുഭദ്രം സ്വർണ്ണ സമ്പാദ്യ പദ്ധതിയിൽ ചേരുന്നവർക്ക് ആദ്യ തവണ തുക അടയ്ക്കുന്നതിൽ 25% ഡിസ്കൗണ്ട്. കൂടാതെ 6 മാസത്തേക്ക് മുഴുവൻ തുകയും അഡ്വാൻസ് ബുക്ക് ചെയ്യുന്നവർക്ക് കേരള മോഡൽ ആഭരണങ്ങൾ നേടാം 0% പണിക്കൂലിയിൽ. ഐശ്വര്യപൂർണമായ ഈ ദിനത്തിൽ സ്വർണം വാങ്ങാം മികച്ച ഓഫറുകളോടെ. ഇഷാര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് നിയർ വൈമാൾ, തൃപ്രയാർ. എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ഈ ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരവും ഉണ്ട്. വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് നമ്പർ 1 ബ്രോഡ്ബാൻഡ് സർവീസ്. വീണ്ടും വാർത്തകളിലേക്ക്.
വഖഫ് നിയമ ഭേദഗതിക്കെതിരെ വെൽഫെയർ പാർട്ടി നാട്ടിക വലപ്പാട് പഞ്ചായത്ത് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ പ്രതിഷേധ സംഗമം സംഘടിപ്പിച്ചു. തൃപ്രയാർ ബസ് സ്റ്റാൻഡ് പരിസരത്ത് നടന്ന പ്രതിഷേധ സംഗമം വെൽഫെയർ പാർട്ടി സ്റ്റേറ്റ് കമ്മിറ്റി അംഗം MK അസ്ലം ഉദ്ഘാടനം ചെയ്തു. വെൽഫെയർ പാർട്ടി നാട്ടിക മണ്ഡലം പ്രസിഡന്റ് അബ്ദുൽ ഗഫൂർ തളിക്കുളം അധ്യക്ഷത വഹിച്ചു. മണ്ഡലം കമ്മിറ്റി സെക്രട്ടറി നസീഫ് എടശ്ശേരി സ്വാഗതവും നാട്ടിക പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് ബഷീർ സെൻ, റഹീം നാട്ടിക, ഷിയാദ് മജീദ്, അബ്ദുറഹ്മാൻ എടമുട്ടം, സക്കരിയ തുടങ്ങിയവർ പ്രതിഷേധ സംഗമത്തിന് നേതൃത്വം നൽകി. വെൽഫെയർ പാർട്ടി വലപ്പാട് പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് അബ്ദുൽ വാഹിദ് സംസാരിച്ചു. നമ്മുടെ രാജ്യം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ ബ്രിട്ടീഷ് സാമ്രാജ്യത്തോട് നൂറ്റാണ്ടുകളോളം ഏറ്റുമുട്ടി അവരുമായി വലിയ വലിയ പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിച്ച് അവരുടെ ഭരണത്തെ ഈ നാട്ടിൽ നിന്നും കെട്ടിക്കാൻ വേണ്ടി അഹോരാത്രം രാപ്പകയില്ലാതെ പണിയെടുത്ത ഈ നാട്ടിലെ എല്ലാ ജനവിഭാഗങ്ങളും, അതിൽ ഇവിടെയുള്ള ഹിന്ദു സമൂഹമുണ്ട്, ക്രിസ്ത്യൻ സമൂഹമുണ്ട്, മുസ്ലിം സമൂഹമുണ്ട്, സിഖ് മതക്കാരും ജൈന മതക്കാരുമുണ്ട്. എല്ലാവരും ഒത്തൊരുമിച്ചുകൊണ്ട് ഈ ബ്രിട്ടീഷ് സാമ്രാജ്യത്തോട് യുദ്ധം ചെയ്തുകൊണ്ടാണ്, പോരാടിക്കൊണ്ടാണ്. എടത്തിരുത്തി ഗ്രാമപഞ്ചായത്തിൽ വയോജനങ്ങൾക്കും ഭിന്നശേഷിക്കാർക്കുമുള്ള സഹായ ഉപകരണങ്ങൾ വിതരണം ചെയ്തു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് TK ചന്ദ്രബാബു വിതരണോദ്ഘാടനം നിർവഹിച്ചു. വൈസ് പ്രസിഡന്റ് ശൈലജ രവീന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വാസന്തി തിലകൻ, പഞ്ചായത്ത് അംഗങ്ങളായ സാജിദ പുതിയവീട്ടിൽ, സജീഷ് സത്യൻ, PH ബാബു, VV ജയൻ, PA ഷമീർ, ഷിനി സതീഷ്, ഷൈജ ഷാനവാസ്, ഹേന രമേശ്, ഫാത്തിമ അഷ്റഫ്, AB ഗിരിജ, സ്പീച്ച് തെറാപ്പിസ്റ്റ് അനീറ്റ, ടെക്നീഷ്യൻ രഞ്ജൻ, സോഷ്യൽ വർക്കർ ശ്രീജ, അംഗൻവാടി സൂപ്പർവൈസർ ഷീബ തുടങ്ങിയവർ പങ്കെടുത്തു. 3,76,300 രൂപ ചിലവഴിച്ചാണ് 29 പേർക്ക് സഹായ ഉപകരണങ്ങൾ നൽകിയത്. നൽകിയപ്പോൾ കുറേ വിഭാഗങ്ങളെ സർക്കാർ ചേർത്ത് നിർത്തിക്കൊണ്ട് സഹായം നൽകുക എന്ന ലക്ഷ്യത്തോടുകൂടി ഓരോരുത്തർക്കും വനിതകൾക്കായ 10%, ഭിന്നശേഷി വയോജനങ്ങൾക്ക് ഉൾപ്പെടെയായി 10%, കുട്ടികൾക്ക് ഇത്ര ശതമാനം ഫണ്ട് നിർബന്ധമായി നമ്മുടെ പദ്ധതി പ്രവർത്തനങ്ങളിൽ മാറ്റിവെക്കണമെന്നാണ് സർക്കാർ പറഞ്ഞത്. അതിനുശേഷം മാത്രമേ മറ്റു ഫണ്ടുകൾ ഉപയോഗിച്ച് മറ്റ് മേഖലയിലേക്കെല്ലാം ചെലവ് ചെയ്യാൻ കഴിയുകയുള്ളൂ എന്ന സർക്കാരിൻ്റെ പ്രത്യേക താല്പര്യം ഇതുകൊണ്ട് തന്നെയാണ് ആ പദ്ധതി തന്നെ ജനകീയാസൂത്രണ പ്രസ്ഥാനം തന്നെ നിലവിലുള്ളത്. അതേ അർത്ഥത്തിൽ തന്നെ നമ്മുടെ പഞ്ചായത്ത് എല്ലാ എടത്തിരുത്തി നവകിരൺ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന 2ാമത് അഖിലേന്ത്യാ വോളിബോൾ ടൂർണമെന്റിന് തുടക്കമായി. മുൻ ഇന്ത്യൻ വോളിബോൾ താരവും അർജുന അവാർഡ് ജേതാവുമായ സിറിൽ C വള്ളൂർ ടൂർണമെന്റ് ഉദ്ഘാടനം ചെയ്തു. കാലങ്ങളിൽ ഒരു കളി വന്നു കഴിഞ്ഞാൽ ടിക്കറ്റ് കിട്ടാത്ത സാഹചര്യമായിരുന്നു അന്നത്തെ കാലം. അന്ന് വേറൊന്നുമില്ല, ഞാൻ ടൈറ്റാനത്തിൽ തുടങ്ങി പോലീസിൽ കളിക്കുന്നതുവരെ ഈ കോസ്റ്റൽ ഏരിയ ഭാഗത്ത് ഒരു 7 ടൂർണമെൻറ്റുകൾ നടന്ന കാലഘട്ടമുണ്ട്. അതൊക്കെ പോയി ആ ടൂർണമെൻറ്റിന് പകരം ഇപ്പോൾ എല്ലാവരും ലാപ്ടോപ്പും ടാബും മൊബൈലും കൊണ്ട് നടക്കുന്ന കാലഘട്ടമാണ്. കാരണം അത് നോക്കിയിരുന്നു കഴിഞ്ഞാൽ കളി കാണണമല്ലോ. അതാണ് ഇപ്പോഴത്തെ ജനറേഷൻ. എടത്തിരുത്തി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് TK ചന്ദ്രബാബു അധ്യക്ഷനായി. ജില്ലാ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മഞ്ജുല അരുണൻ, മുൻ ഇന്ത്യൻ വോളിബോൾ താരം ഗോപിദാസ് എന്നിവർ മുഖ്യാതിഥികളായി. ക്ലബ്ബ് പ്രസിഡന്റ് പ്രശോഭിതൻ മുനപ്പിൽ, പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PR നിഖിൽ, പഞ്ചായത്ത് അംഗം സജീഷ് സത്യൻ, മുൻ വോളിബോൾ താരങ്ങളായ പ്രജോദ് പണിക്കശ്ശേരി, അൻവർ ഹുസൈൻ, PC രവി, വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കളായ AV സതീഷ്, കാർത്തിക സജയ് ബാബു, ക്ലബ്ബ് സെക്രട്ടറി PR ശ്രീനിവാസൻ തുടങ്ങിയവർ സംസാരിച്ചു. കേരള പോലീസും ഇന്ത്യൻ ഫയർഫോഴ്സും ഏറ്റുമുട്ടിയ ആദ്യ മത്സരത്തിൽ 1-നെതിരെ 3 സെറ്റുകൾ നേടി ഇന്ത്യൻ ഫയർഫോഴ്സ് ജേതാക്കളായി. എടത്തിരുത്തി പഞ്ചായത്തിലെ മത്സ്യത്തൊഴിലാളി കുടുംബങ്ങൾക്കായി വാട്ടർ ടാങ്കും മത്സ്യബന്ധന വലയും അനുബന്ധ ഉപകരണങ്ങളും വിതരണം നടത്തി. എടത്തിരുത്തി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് TK ചന്ദ്രബാബു വിതരണോദ്ഘാടനം നിർവഹിച്ചു. വാർഡ് മെമ്പർ KS അനിൽകുമാർ അധ്യക്ഷത വഹിച്ചു. ദുരന്ത നിവാരണ ഉപകരണങ്ങൾ എടത്തിരുത്തി പഞ്ചായത്ത് പ്രസിഡന്റ് TK ചന്ദ്രബാബു, ചിന്ത്രാപ്പനി മത്സ്യത്തൊഴിലാളി വികസനക്ഷേമ സഹകരണ സംഘം പ്രസിഡന്റ് ദിവാകരൻ കൊച്ചിക്കാടന് കൈമാറി. ഫിഷറീസ് എക്സ്റ്റൻഷൻ ഓഫീസർ അശ്വിൻ രാജ്, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വാസന്തി തിലകൻ, പഞ്ചായത്ത് അംഗങ്ങളായ ഷിനി സതീഷ്, PA ഷമീർ, സിനിത വത്സൻ, സാഗർ മിത്ര, നീതു സിജീഷ് തുടങ്ങിയവർ സംസാരിച്ചു.
60,000 രൂപ വകയിരുത്തി 15 മത്സ്യത്തൊഴിലാളി കുടുംബങ്ങൾക്കാണ് വാട്ടർ ടാങ്ക് വിതരണം ചെയ്തത്. 3 മത്സ്യത്തൊഴിലാളികൾക്കായി 60,000 രൂപ ചിലവഴിച്ച് വല നൽകി. കൂടാതെ തീരസുരക്ഷയുമായി ബന്ധപ്പെട്ട ദുരന്ത നിവാരണ ഉപകരണങ്ങൾ വാങ്ങുന്നതിനായി 75,000 രൂപയാണ് ചിലവഴിച്ചത്. ഭവനരഹിതർക്ക് ഭവനം എന്ന പദ്ധതി വഴി ലയൺസ് ക്ലബ്ബ് തൃപ്രയാർ ടെമ്പിൾ സിറ്റിയുടെ നേതൃത്വത്തിൽ നിർമ്മിക്കുന്ന സ്നേഹഭവനത്തിന് ഡിസ്ട്രിക്ട് ഗവർണർ ജെയിംസ് വളപ്പില ശിലാസ്ഥാപനം നടത്തി. പ്രസിഡന്റ് RIM സെക്കറിയ അധ്യക്ഷത വഹിച്ചു. ജില്ലാ കോർഡിനേറ്റർ വിൻസെന്റ് എലിഞ്ഞിക്കൽ, KM അഷ്റഫ്, ED ദീപക്, റീജിയണൽ ചെയർപേഴ്സൺ ആനി ജോസഫ്, സോൺ ചെയർപേഴ്സൺ വ്യാസബാബു, വേണുഗോപാലൻ, സെക്രട്ടറി ഷാജി ചാലിശ്ശേരി, ട്രഷറർ ജോസ് താടിക്കാരൻ എന്നിവർ സംസാരിച്ചു. വലപ്പാട് പൈനൂർ പല്ല സ്വദേശി അമ്പലത്ത് വീട്ടിൽ സെക്കറിയയ്ക്കാണ് ഈ ഭവനം പണിത് നൽകുന്നത്. ജനറൽ കൺവീനർ കാർത്തികേയൻ കുന്നുങ്ങൽ, സൂരജ് വേളയിൽ, സീമ സെക്കറിയ, EP തോമസ് എന്നിവർ നേതൃത്വം നൽകി. ബാലസംഘം വേനൽ തുമ്പി നാട്ടിക ഏരിയ സംഘാടക സമിതി രൂപീകരണ യോഗം CPM നാട്ടിക ഏരിയ കമ്മിറ്റി അംഗവും ചാവക്കാട് താലൂക്ക് ലൈബ്രറി കൗൺസിൽ സെക്രട്ടറിയുമായ KA വിശ്വംഭരൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ ഏരിയയിലെ കുട്ടികളെ നോക്കാനും കുട്ടികൾക്ക് ആവശ്യമായ സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കാനും മുതിർന്ന നമ്മുടെ സഖാക്കൾ തയ്യാറാണ്. അതിന് തയ്യാറാകുന്നതിന് വേണ്ടി ഒരു നല്ല സംഘാടക സമിതി നമുക്കിവിടെ രൂപീകരിക്കും. 5 ദിവസക്കാലം ഇവിടെ നടക്കുന്ന പരിശീലന ക്യാമ്പും 5 ദിവസക്കാലം കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ഗ്രാമത്തിലുള്ളവരിലേക്ക് നമ്മുടെ വേനൽത്തുമ്പികൾ പറന്നെത്തുമ്പോൾ അവിടെ നമ്മുടെ കുട്ടികളുടെ കലാപരിപാടി അവിടെ നടക്കണം. വേനൽത്തുമ്പികൾ കലാപരിപാടി നടത്തൽ മാത്രമല്ല, അവിടെ തുമ്പികൾ പറന്നെത്തുന്നിടത്ത് അവിടെ നമ്മുടെ ബാലസംഘത്തിലെ വില്ലേജ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ അവിടെ കലോത്സവങ്ങൾ നടക്കണം, അവിടെ ഉത്സവങ്ങൾ നടക്കണം. ആ ഉത്സവത്തിലേക്കാണ് നമ്മുടെ വേനൽത്തുമ്പികൾ പിന്നെ പറന്നെത്തുക. അപ്പോൾ ഈ വേനലവധി കാലം നമുക്ക് പിന്നെ ഒരു ഒരാഴ്ചക്കാലം പരിശീലനവും 10-24 കേന്ദ്രങ്ങളിൽ 11 ലോക്കൽ കമ്മിറ്റികൾ നമുക്കുണ്ട്. ഈ 11 ലോക്കൽ കമ്മിറ്റികളിലായി 2 കേന്ദ്രങ്ങൾ എന്ന നിലയിൽ അതിൽ പിന്നെ പര്യടന പരിപാടികൾ ആവിഷ്കരിക്കുകയാണ്. ബാലസംഘം നാട്ടിക ഏരിയ പ്രസിഡന്റ് KS ആദർശ് അധ്യക്ഷനായി. തളിക്കുളം ബ്ലോക്ക് പ്രസിഡന്റ് KC പ്രസാദ്, പഞ്ചായത്ത് പ്രസിഡന്റുമാരായ MR ദിനേശൻ, ശാന്തി ഭാസി, PI സജിത, ബാലസംഘം നാട്ടിക ഏരിയ കൺവീനർ TN ഉദയകുമാർ, ഫാത്തിമ സനം, അഡ്വക്കേറ്റ് KR ജ്യോതി പ്രകാശ്, KR സീത, സുരേഷ് മഠത്തിൽ, TS മധുസൂദനൻ, EPK സുഭാഷിതൻ, VA ഷാജുദ്ദീൻ, AV സതീഷ്, CM നിസാർ, TS നിഹിര എന്നിവർ സംസാരിച്ചു. ഏങ്ങണ്ടിയൂരിൽ ജോബ് ഫെസിലിറ്റേഷൻ സെന്റർ ഉദ്ഘാടനം ചെയ്തു. അഭ്യസ്ത വിദ്യരുടെ തൊഴിലില്ലായ്മ പരിഹരിക്കുന്നതിന്റെ ഭാഗമായി തൊഴിലന്വേഷകരെയും തൊഴിൽദായകരെയും ബന്ധപ്പെടുത്തി ഏപ്രിൽ 26-ാം തീയതി തൃശൂർ എഞ്ചിനീയറിംഗ് കോളേജിലും വിമല കോളേജിലും വെച്ച് നടക്കുന്ന മെഗാ ജോബ് ഫെയറിൽ തൊഴിലന്വേഷകരെ രജിസ്റ്റർ ചെയ്യിപ്പിക്കാനുള്ള ജോബ് ഫെസിലിറ്റേഷൻ സെന്റർ ഉദ്ഘാടനം ഏങ്ങണ്ടിയൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു സുരേഷ് നിർവഹിച്ചു. കിലയുടെ തളിക്കുളം ബ്ലോക്ക് കോർഡിനേറ്റർ പ്രൊഫസർ MV മധു വിജ്ഞാന കേരളം പദ്ധതി വിശദീകരിച്ചു. വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഗീതു കണ്ണൻ, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സതീഷ് പനക്കൽ, KA ജസീന, കമ്മ്യൂണിറ്റി അംബാസിഡർ CA ആതിര, സെക്രട്ടറി പരമേശ്വരൻ എന്നിവർ സംസാരിച്ചു. ക്വാളിഫിക്കേഷനൊക്കെ നേടിയ കുട്ടികൾ ഇന്നും നല്ലൊരു ജോലിയിൽ എത്തിപ്പെടാതെ ഇരിക്കുന്നവർക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ അവരെത്തിക്കുക, നമ്മൾ ഈ ജോബിൻ്റെ അതിലായിട്ട് രജിസ്റ്റർ ചെയ്തുകൊണ്ട് അവർക്ക് ഏതൊക്കെ ഫീൽഡിൽ അവർക്ക് എത്താൻ പറ്റും എന്നതിന് സഹായകമാകത്തക്ക രീതിയിലായിരിക്കണം നമ്മൾ ഈ ഫെസിലിറ്റേഷൻ സെൻ്ററിൻ്റെ പ്രവർത്തനം ഉണ്ടായിരിക്കേണ്ടത്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പ്രജകളുടെ ക്ഷേമം അന്വേഷിച്ചുള്ള ഗ്രാമപ്രദക്ഷിണം പൂർത്തിയാക്കി. ഇനി ആറാട്ടുപുഴയിലേക്കുള്ള തേവരുടെ രാജകീയ എഴുന്നള്ളിപ്പ്. കഴിമ്പ്രം ജനകീയ സൗഹൃദവേദി നേതൃത്വം നൽകുന്ന കഴിമ്പ്രം ബീച്ച് ഫെസ്റ്റിന് വെള്ളിയാഴ്ച കൊടിയേറും. പാചകവാതക വില വർധനവിനെതിരെ മണലൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രതിഷേധ പ്രകടനവും അടപ്പുകൂട്ടി സമരവും നടത്തി. ഇതോടെ വാർത്തകൾ സമാപിക്കുന്നു. നമസ്കാരം.